3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ആവശ്യമായ ഭൗതിക സമ്പത്തുകൾ ആർജിക്കാൻ കഴിയുമെന്ന് എല്ലാ ആധുനിക മനുഷ്യ വിജയ നിയമശാസ്ത്രങ്ങളും പറയുന്നു. ലോ ഓഫ് അട്രാക്ഷൻ, NLP തുടങ്ങിയ എല്ലാ ആധുനിക ശാസ്ത്രങ്ങളും അടിവരയിട്ട് പറയുന്നു. അതുതന്നെ പൗരാണിക മനഃശാസ്ത്രങ്ങൾ, പൗരാണിക ജീവിത വിജയ ശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പൗരാണിക മതഗ്രന്ഥങ്ങളിൽ പോലും അത് അടിവരയിട്ട് പറയുന്നു. ഋഗ്വേദം പറയുന്നു 3 ദിവസത്തിലധികം കാര്യങ്ങൾ, 3 ദിവസത്തിനപ്പുറം കാര്യങ്ങൾ, അതായത് ഇന്നത്തെയോ നാളത്തെയോ മാത്രമല്ലാതെ 3 ദിവസത്തിനപ്പുറമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ 1000 വർഷത്തേക്ക് ആവശ്യമായ സമ്പത്ത് സമ്പാദിക്കുമെന്ന്. ഇസ്ലാമിക നിയമങ്ങളും പ്രബലങ്ങളായ ഹദീസുകളും പറയുന്നു അങ്ങനെ തന്നെ. 1000 മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ 1000 വർഷത്തേക്കുള്ള സമ്പത്ത് ഉണ്ടാകുമെന്നും അങ്ങനെ ജീവിക്കണമെന്നും. അതായത് നിങ്ങൾ ഭൗതിക സമ്പത്ത് ആർജിക്കുമ്പോൾ 1000 വർഷത്തേക്ക് എന്ന് കരുതി ആർജിക്കണം. പക്ഷേ ആ ഭൗതിക സമ്പത്ത് ആർജിക്കുമ്പോൾ, അതൊന്നുകൂടെ വ്യക്തമായി പറയാം, ഹദീസുകൾ പറയുന്നത് ഇങ്ങനെയാണ്, പ്രബലങ്ങളായ ഹദീസുകൾ. ഭൗതിക സമ്പത്ത് ആർജിക്കുമ്പോൾ 1000 വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടി എന്നതുപോലെ, 1000 വർഷത്തേക്ക് ജീവിച്ചിരിക്കണം എന്നതുപോലെ സമ്പാദിക്കണമെന്നും. പക്ഷെ എന്നാൽ ആത്മീയ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടുത്ത നിമിഷം മരണപ്പെട്ടേക്കാമെന്നും കരുതി വേണം സമ്പാദിക്കാനെന്നും ഇസ്ലാമിക നിയമങ്ങളും പറയുന്നു. ഏതായാലും 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ആവശ്യമായത് നേടാൻ കഴിയുമെന്നതിൽ തർക്കമില്ല. പലരും എങ്ങനെയാണ് അന്ന് നേരം വിളിക്കുമ്പോഴാണ് ഇന്നെന്താ ചെയ്യേണ്ടതെന്ന് ഓർക്കുന്നത്. സ്ഥിരമായി ജോലി ചെയ്യുന്നതോ സ്ഥിരമായി ഒരേ ജീവിത ശൈലി ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അന്നത്തെ പ്ലാനുകൾ അന്ന് രാവിലെയാണ് അവർ ചെയ്യുന്നത്. അതങ്ങനെ ആവരുത്. എന്ത് തന്നെ ആകട്ടെ, ഒരു ജോലിയാണെങ്കിൽ പോലും നാളെ എപ്പോൾ എണീറ്റ് എങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ എൻ്റെ ജോലികളിലേക്ക് വ്യാപൃതമാകണം, മറ്റന്നാൾ എങ്ങനെ, അതിൻ്റെ പിറ്റേന്ന് എങ്ങനെ, ആ 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് നടപ്പാക്കുന്നതെങ്കിൽ ആ പ്ലാൻ ചെയ്ത കാര്യം മാറ്റുകയും വരുത്. പലരും, ഞാനത് ഒരു കുറ്റപ്പെടുത്തലല്ല, അതിൽ നിന്ന് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. എംപ്ലോയി മൈൻഡ് സെറ്റുകാരാണെങ്കിൽ അവർ ആ ജോലിക്ക് പോകാൻ തീരുമാനിച്ച് രാവിലെ ഇറങ്ങുമ്പോഴും ഒരു കൂട്ടുകാരൻ വന്ന് എടാ നമുക്ക് ഇന്നൊരു ടൂർ പോകാം, ഇന്നൊരു സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ വിളിച്ച് അവധി പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകും. ഹീ ഈസ് നോട്ട് പ്ലാൻഡ്. അദ്ദേഹം അന്നത്തെ കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. ആ ഒരു മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. നാം പ്ലാൻ ചെയ്താൽ പിന്നെ അതിനെ വ്യതിചലിക്കാൻ, അതിനെ വയലേറ്റ് ചെയ്യാൻ, അതിനെ ലംഘിക്കാൻ പോകുന്നത്രയും അതിനേക്കാൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാരണമില്ലെങ്കിൽ അതൊരിക്കലും ലംഘിക്കരുത്. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അത് തന്നെ നടപ്പാക്കിക്കൊണ്ട് പോകണം. അങ്ങനെ 3 ദിവസത്തെ കാര്യങ്ങൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഉറച്ച നിലപാടെടുത്ത് അത് നടപ്പാക്കിക്കൊണ്ടേ മുന്നേറിയാൽ അത്ഭുതം തന്നെ സംഭവിക്കും. പെട്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് സയന്റിഫിക് സപ്പോർട്ടൊന്നും തരാനൊന്നുമില്ല. കാര്യങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. 3 ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ജീവിച്ചാൽ 1000 വർഷത്തേക്ക് ധനികരാകാമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ 1000 വർഷത്തേക്കുള്ള ഭൗതിക സമ്പത്ത് ആർജിക്കാമെന്നത് തന്നെയാണ് പൗരാണിക ശാസ്ത്രങ്ങൾ പറയുന്നത്. ആധുനിക മനഃശാസ്ത്രങ്ങളും അതിനെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.